രാവിലെ എണീക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ. ലേറ്റായി ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി വന്ന് ഏട്ടൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഏട്ടന് കാവലായിട്ട് ക്ഷീറോ കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ നമ്മളെ കുടിക്കാനുള്ള വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. സുമതേച്ചൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് വാങ്ങിയിട്ടാണ് കുടിക്കൽ. അവിടെയുള്ള വെള്ളം ഒരു ഉപ്പ് രസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങലാണ് വെള്ളമൊക്കെ കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്ക് ഏട്ടൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ചായയാണ് കേട്ടോ. സുമതേച്ചി ഉണ്ടാക്കുന്ന ഓരോ ഫുഡും അടിപൊളി ടേസ്റ്റാണ്. അവരവിടെ ഹോട്ടലൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കൈപ്പുണ്യാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. അയ്യൊരു ടെൻഷനിലാണ് ഞാനും ഏട്ടനും ഇങ്ങനെ ഇരിക്കുന്നത്. എന്ത് ചെയ്യണം, ഇന്ന് പോകണോ അല്ലെ നാളെ പോകണോ, അയ്യൊരു ടെൻഷനിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഏട്ടനാണെങ്കിൽ ഫുള്ള് ഫോണിലാണ് ഓരോരോ സമയം നോക്കുകയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയിട്ടുണ്ടോ എന്ന്. വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്നേ ഉണ്ടായിരുന്നില്ല, 40 എങ്ങാനായിരുന്നു കേട്ടോ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഓരോ സമയം നോക്കുമ്പോൾ ഒന്ന് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് കൺഫേം ആവാൻ എന്നും സമയം എടുക്കുമായിരുന്നു. ഈ ഒരു കൺഫ്യൂഷനിൽ പാക്ക് ചെയ്യണോ വേണ്ടിയോ അങ്ങനെയൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തലേദിവസം പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ട് കിടന്നതാണ് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ഇക്കിയിട്ടിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു മുഷിച്ചലല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ ടിക്കറ്റ് നോക്കുന്നതെന്നാണ് ഈ കാണുന്നത്. ഞാനും ഏട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ വരുമ്പോഴേ പറഞ്ഞതാണ് കേട്ടോ, ഏട്ടാ പോകുന്നതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വേഗം കിട്ടുമോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നിട്ടാണ് ഇത്രയും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ പട വെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനം ഏട്ടൻ പറഞ്ഞു കുറച്ച് സമയം ഞാൻ മിണ്ടാണ്ട് നിൽക്കുക, എന്തായാലും ടിക്കറ്റ് കിട്ടുമായിരിക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബസ്സിന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിതുവരെ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിന് വന്നിട്ടില്ല. ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്ന് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ബസ്സിന് വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും സാരമില്ല, നമുക്ക് കയറാം, ട്രെയിനിൽ തന്നെ കയറാം, ടിറ്റിയാറെ കണ്ടിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സുമതേച്ചി പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷീറോ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ട്രെയിനിൽ നിന്നാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥകൾ. ഞാനാണെങ്കിൽ ഫുള്ള് ടെൻഷനിലാണ് കേട്ടോ. എൻ്റെ ദേഷ്യമൊക്കെ ഏട്ടൻ്റെ മേത്ത് ഇങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലെ ടെറസിൽ ഡ്രസ്സ് ഇടാനുണ്ടായിരുന്നു, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുമതേച്ചിൻ്റെ കൂടെ തന്നെ മേലെ പോയതാണ് കേട്ടോ. ഞാൻ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഡ്രസ്സും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉണങ്ങിയിട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ഉണ്ട്. ഇവിടെ ഇടുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ എന്താ പറയുക, കത്തിക്കരിയുന്ന വെയിലെന്നൊക്കെ പറയില്ല നമ്മൾ, അയ്യൊരു വെയിലാണ് കേട്ടോ. അവിടെ മേലെയൊക്കെ ആയിട്ട് കുറേ വീട്ടിലെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെയുള്ളൊരു മോനാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു മോൻ. എന്താ പെട്ടെന്ന് കമ്പനിയായി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഭയങ്കര എന്താ പറയുക, അടുത്തുനിന്ന് പോന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് തമിഴ് മാത്രമേ അറിയൂ, മലയാളം അറിയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അങ്ങോട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സുമതേച്ചിനോടോ ഏട്ടനോടോ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അടുത്ത് നിന്ന് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഷീറോ ഞങ്ങൾ മാറ്റിയൊക്കെ ഇരിക്കുന്ന കണ്ടത് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഷീറോ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഷീറോ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നല്ല നായ്ക്കുട്ടി എങ്ങനെയാന്നൊക്കെ. നല്ലത് തന്നെയാണ്, നല്ലോണം പറയുന്ന പോലെയൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ ഇല്ലെങ്കിലും അവർ പറയുന്ന പോലെ പോകുന്ന പ്രമാണിച്ച് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ പുറത്തുനിന്ന് വാങ്ങി തന്നതാണ് കേട്ടോ. ഞാൻ പുറത്തെ ഫുഡ് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പുറത്തൊന്നും പോയിട്ട് കഴിച്ചിട്ടില്ല. ഇതുപോലെ ബിരിയാണി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട്, പിന്നെ കൊത്തു പൊറോട്ട, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ബിരിയാണി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ട്രെയിനിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് 2 പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ഇവിടുത്തെ ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റേ റൈസൊക്കെ വേറെ തന്നെയായിരിക്കും. മാത്രമല്ല ചിക്കൻ്റെ കൂടെ മുട്ടയൊക്കെ ഉണ്ടാകും. എനിക്കാണെങ്കിൽ കുറേ ചോറുള്ളത് കൊണ്ട് ഞാൻ ഇത്രയൊന്നും വേണ്ട, ഞാൻ ഏട്ടനെന്ന് കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് വന്നാലും സുമതിയേച്ചി സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചോ, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ഹഗ്ഗിങ്ങൊക്കെ ആദ്യം കഴിഞ്ഞതാണ്. പിന്നെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി വന്നു. ഷീറോ ആണെങ്കിൽ ഒന്നും തിരിയാത്ത കളി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു പോലെയായിരുന്നു. കുറേ ദിവസം അവിടെ നിന്നിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഏട്ടൻ ചോദിക്കുന്നുണ്ട് ഇനിയപ്പോൾ നമ്മൾ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മുടിയൊന്നും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, മുടി നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിൻ വന്നിട്ട് 4:30 ഈ ഒരു ടൈമിനാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ. കുറേ ലോങ് വന്നപ്പോൾ ഏട്ടൻ്റെ ഒരു ഡൗട്ട് പോലെ, അതെന്താ ഇത്രയും ലോങ് ചുറ്റി വളച്ച് പോകുന്ന പോലെയും തോന്നിയിട്ട് ഏട്ടന്ന് മേപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ വരുന്ന പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സമയം നടക്കുമ്പോൾ ഒക്കെ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞങ്ങളിതാ ചെന്നൈ സെൻട്രലിലെത്തി. അവിടുന്ന് ട്രെയിനാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഏട്ടനാണെങ്കിൽ തിരക്ക് കൂട്ടി വന്നിട്ട് ഞങ്ങൾ 1 മണി 1:30 അങ്ങനെ ഈ ഒരു ടൈമിനങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇരിക്കാനും സ്ഥലമില്ല, അത്രയും തിരക്കായിരുന്നു. ഏട്ടൻ വേഗം പോയി ചായ കുടിച്ചു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ബാഗിന് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടനെ കൊണ്ട് അധികം എടുപ്പിക്കേണ്ടെന്ന് വെച്ചു. ഏട്ടന് ഷോൾഡർ വേദനയായിട്ട് ഞാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സമയം പോക്കാമെന്ന് വിചാരിച്ചു. ട്രെയിനാണെങ്കിൽ ട്രെയിൻ വന്നിട്ട് ഞങ്ങൾക്ക് ട്രെയിനിലേക്ക് കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 4 മണി 4 മണിയൊക്കെ ആയപ്പോഴാണ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 4:15 ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാനുള്ള പറ്റി. ഈ ഒരു ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എത്ര വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഈ ഒരു ട്രെയിനാണ് കേട്ടോ. എന്ന് വെച്ചാൽ കണ്ണടച്ച ഒരാളെ വിശ്വസിക്കണം എന്നല്ല, പക്ഷേങ്കിൽ മുന്നത്തെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയ ട്രെയിനിനെ അപേക്ഷിച്ച് ഈ ഒരു ട്രെയിൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഒന്നാമത് മലയാളീസ് ഉണ്ടാവും. ഹിന്ദിക്കാർ ശല്യം എന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് പറയാം. ഇങ്ങോട്ടേക്ക് ചെന്നൈയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ഒരു മോശമായ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്, ഉറങ്ങാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. ഇതിലാവുമ്പോൾ ഫുള്ള് മലയാളീസ്, നമുക്ക് ആരോട് എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ ഒരു ധൈര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ആണെങ്കിൽ കൂളായി എന്താ പറയുക അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ കയറുന്നതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ട്രെയിനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഫോണ് കളിക്കുന്നതിന് ഏട്ടനെ കടിച്ച് പറിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇമിരിച്ചലെടുക്കുമ്പോൾ ഞാൻ ഏട്ടനെ കടിച്ചുകൊണ്ടോ നുള്ളിക്കൊണ്ടോ മാന്തിക്കൊണ്ടോ ഇരിക്കും. നുള്ളൽ ഏട്ടൻ്റെ ഹോബിയാണെങ്കിൽ കടിക്കൽ എൻ്റെ ഹോബിയാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. പക്ഷേ ഏട്ടൻ എപ്പോഴും അങ്ങനെ പിടിക്കണം എന്നില്ല. എങ്കിലും ഒന്ന് ഏട്ടൻ ഷൗട്ട് ചെയ്യും. എല്ലാത്ത നേരം ഏട്ടൻ ഇങ്ങനെ ഇരിക്കും. ഏട്ടനെ കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഭയങ്കര പാവാണ്, ഏട്ടനൊന്നും പറയില്ല, അങ്ങനെയൊക്കെ ഒരു വിചാരമുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. കൂടെ കിടന്നാൽ രാപ്പനി അറിയുമെന്ന് പറയുന്നത് പോലെ ഏട്ടൻ്റെ സ്വഭാവം എനിക്ക് മാത്രമേ അറിയൂ. ഏട്ടൻ ദേഷ്യപ്പെട്ട ഏട്ടൻ ഭയങ്കര ടെററാണ്. ഇപ്പോൾ ഒരു അടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏട്ടൻ പുറത്തെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കൈ പുറത്തേക്ക് ഇട്ടതിന് ഒരടി കെട്ടി അവിടെ അടങ്ങിക്കിടന്ന്. പിന്നെ തിന്നാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അതാ സ്നിക്കേഴ്സും ഈ ഒരു ചിപ്സൊക്കെ വാങ്ങി തന്നു, അതും കഴിച്ചു കേട്ടോ. പിന്നെ അപ്പുറമൊക്കെ പോയി ഭയങ്കര രസമായിരുന്നു ഈ ട്രെയിനിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. ഇപ്പോൾ സമയം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് കുക്കു വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക്. അവിടുന്ന് ഫുഡ് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ അവൻ വന്ന് ഞാനാണെങ്കിൽ ക്യാമറ പൊക്കി പിടിച്ച് നിന്നിട്ട് ക്യാമറ ഓൺ ആക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മൊമെൻ്റാണ് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം പറയുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ, വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം ഒരു 3:30-4 മണിയോടെ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിലെത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് വടകര എത്തിയിട്ടോ. വടകര റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ നാടെത്തുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു സന്തോഷമല്ലേ. എവിടെയെങ്കിലും കുറേ ദിവസം പോയതിന് ശേഷം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ട്രെയിനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട്. ഓട്ടോ ഉണ്ടാവും സ്റ്റേഷനിലേക്ക് വീട്ടിലേക്ക്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ അവിടെ ആദ്യമൊക്കെ ടോക്കനൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ ഓട്ടോ വിളിക്കുന്നത്. ഇപ്പോൾ ടോക്കനൊന്നുമില്ല. അങ്ങനെ ഇതാ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയെന്ന് ചോദിച്ചാൽ നല്ലോണം ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ഉറങ്ങാണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമ്മേനൊക്കെ വിളിച്ച്, അമ്മ ഉറങ്ങുമായിരുന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അമ്മേനൊക്കെ വിളിച്ച് അമ്മ ഡോറ് തുറക്കാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. കൂടാതെ നമ്മൾ റൂമിലേക്ക് എത്തുമ്പോൾ അതിലുപരി നല്ലൊരു അടിപൊളി സന്തോഷം. അങ്ങനെ റൂമിലെത്തി ലഗേജുകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കിടന്നിറങ്ങാനുള്ള പ്ലാനാണ്. നാളെ രാവിലെ എണീറ്റ് ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു ചെന്നൈ വ്ളോഗ്, ചെന്നൈ ടു വടകര വ്ളോഗാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.